രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. അരവിന്ദിന്റെ ഓർമ്മകളായിരുന്നു. ഞാൻ പറഞ്ഞതൊന്നും അരവിന്ദ് കേട്ടില്ലേ? രാത്രിയിൽ എവിടെയായിരുന്നു? ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. അരവിന്ദ്, ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നത് എന്തിനാ? എന്താ ഉണ്ടായത്? എവിടെ പോകുന്നു? നാട്ടിലേക്ക്. നീ പതിയെ ഇഷ്ടമുള്ളപ്പോ വന്നാ മതി. നിക്ക്. എന്തു പറ്റി അരവിന്ദ്? എന്നിവിടെ ഒറ്റയ്ക്കാക്കി പോകുന്നേ? എന്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് അറിയണമല്ലേ? അല്ലേ? പറയടി. എന്റെ അനിയൻ ആകാശ് അവന്റെ ഭാര്യ ചാരു പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് ഞാൻ മണ്ടനായിക്കൊണ്ടിരിക്കുവായിരുന്നെന്ന്. അല്ല, നിന്റെ ബുദ്ധി വെച്ച് എന്നെ മണ്ടനാക്കുമായിരുന്നെന്ന്. അരവിന്ദ് എന്താ ഈ പറയുന്നേ? ഇനി നിന്റെ ഈ പടം ഈ തിയേറ്ററിൽ ഓടില്ലെന്ന് മനസ്സിലായോ? നീ ആരാന്ന് എനിക്ക് കാണിച്ചു തന്നു. ഇനി ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. അനിയനും ഭാര്യയും പറഞ്ഞോ ഞാനാണ് അരവിന്ദനെ തട്ടിക്കൊണ്ടുപോയതെന്ന്? അത് സത്യമാണെന്ന് വിശ്വസിച്ചാണോ ഇപ്പൊ ഇറങ്ങി പോകുന്നത്? നീ ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ. ഞാൻ പറഞ്ഞു ഇനി ഈ പടം ഈ തിയേറ്ററിൽ ഓടില്ലെന്ന്. ഇങ്ങനെ അഭിനയിച്ചല്ലേ ഇത്രയും നാൾ നീ എന്നെ മണ്ടനാക്കിയത്. നിർത്തിക്കോ. നിന്നെ പറ്റി എന്റെ അനിയനോ ചാരുവോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ഫോട്ടോ പറഞ്ഞുവെല്ലാം. കണ്ടില്ലേ എന്റെ ഈ ഫോട്ടോ? എപ്പോ എടുത്തെന്ന് അറിയൂ? ആലോചിച്ച് നോക്ക്, നീ മനസ്സിലാവും. ആ മേഡം, ഈ അലങ്കാരങ്ങളൊക്കെ മേഡത്തിന് വേണ്ടി ഞാൻ ചെയ്തതാ. ഒന്നും ഇന്നത്തോടെ മാഞ്ഞു പോകാൻ പാടില്ല. കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മയിലുണ്ടാവണം. അതുകൊണ്ട് ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കി എൻ്റെ ഒരു ഫോട്ടോ എടുത്തു തരുമോ പ്ലീസ് മാഡം? ഒരു ഫോട്ടോ എടുത്തന്നാ എനിക്ക് വാൾപേപ്പറായും DP ആയും ഒക്കെ ഉപയോഗിക്കാമല്ലോ. പ്ലീസ്. ഷോക്കായി പോയോ നീ? അനങ്ങുന്നില്ല. അത് അരവിന്ദ്, ഞാൻ ഇനി മറ്റൊരു നുണ പറഞ്ഞ് എന്നെ മരമണ്ടനാക്കാൻ നോക്കണ്ട. നീ ചെയ്ത ചതി എന്താണെന്ന് ഈ ഫോട്ടോ എനിക്ക് പറഞ്ഞു തന്നു. നീ ചെയ്ത മണ്ടത്തരം എന്താണെന്നറിയോ? എന്നെ തട്ടിക്കൊണ്ടുപോവാൻ നീ ഏൽപ്പിച്ച ആളുകൾക്ക് അയച്ചു കൊടുത്തത് ചൂടാറാത്ത ഈ ഫോട്ടോയാ. ഇല്ല അരവിന്ദ്. എന്തില്ലെന്ന്? നീ അയച്ച ഫോട്ടോ അവരെന്നെ കാണിക്കുമെന്ന് മേഡം വിചാരിച്ചില്ലല്ലേ? ഞാൻ അവന്മാരോട് പറഞ്ഞു ആള് മാറിയതാന്ന്. ആ വിഡ്ഢികള് ആളൊന്നും മാറിയിട്ടില്ല എന്നും പറഞ്ഞ് ഈ ഫോട്ടോ എന്നെ കാണിച്ചു. അപ്പ മനസ്സിലായി നീ എടുത്ത് നിന്റെ ഫോണിലുള്ള ഫോട്ടോ. അവർക്ക് എന്റെ ഈ ഫോട്ടോ അയച്ചത് നീയാണെന്ന് എനിക്ക് അപ്പ തന്നെ മനസ്സിലായി. പക്ഷെ നിന്നിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലടി. നിന്നിൽ നിന്നും ഇങ്ങനൊരു ടെസ്റ്റ് കൊള്ളാടി നീ. ഇതിനാണല്ലേ 3 ദിവസം ഇവിടേക്ക് വരാന്ന് പറഞ്ഞത്.
ഞാൻ എന്തിനാ അരവിന്ദനെ? മതിയടി. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും നീ ഡ്രാമയിൽ പുറത്തു വന്നില്ലല്ലേ? ഞാൻ ഇനിയും നിന്നെ വിശ്വസിക്കണം അല്ലേ? ഇവിടെ വന്നപ്പോ തൊട്ട് നടന്നതെല്ലാം നിന്റെ പ്ലാനിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഡേ പാലിൽ എന്തോ കലക്കി തന്നെ ഹോസ്പിറ്റലാക്കി. സെക്കൻഡ് ഡേ മറ്റവന്റെ അടുത്ത് തല്ലുണ്ടാക്കിച്ച് എന്നെ പോലീസ് സ്റ്റേഷനിലാക്കി. തേർഡ് ഡേ എന്നെ കിഡ്നാപ്പ് ചെയ്യിച്ചു. 3 രാത്രിയും നീ മിസ്സാക്കി. അതും പോരാഞ്ഞ് അച്ഛനെ അടിച്ചു വീഴ്ത്തി. നീ ഒരു പെണ്ണാണോടി? ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നേ ഞാൻ പറയാം. നേരെ വീട്ടിലേക്ക് ചെന്ന് അമ്മയോട് പറയും നിന്നിൽ നിന്ന് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഗുഡ് ബൈ. അരവിന്ദ് നിക്ക്. ഓടി.